നല്ല ബോളിങ്ങാണ്, ഒരു രക്ഷയില്ല. അടിപൊളി ബോളിങ് തന്നെ പറഞ്ഞ വൈറ്റമിൻ എനർജി. ഹലോ നമസ്കാരം, മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ശിവഗംഗ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഫുള്ള് സെറ്റ് ചെയ്ത് രാവിലെ തന്നെ ഇറങ്ങി. അപ്പം ഏർലി മോർണിംഗ് ഇറങ്ങിയോണ്ട് രാവിലത്തെ ഷൂട്ടൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം 5 മണി 5:30 ആയപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നല്ലോണം ഫോഗും ഉണ്ടായിരുന്നു. അപ്പം ഫോഗും കൂടി ആയതുകൊണ്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റും. ഞങ്ങൾ ഏകദേശം ഒരു 5:30 ആയപ്പം നമ്മുടെ BTM ലേഔട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു വ്യൂ ആണ്. നമുക്ക് പുറകെ നോക്കിക്കാൻ അടിപൊളിയായിട്ടുള്ള നല്ലൊരു വ്യൂ, അതുപോലെ തന്നെ നല്ലോണം ഒരു വയലും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ലൊരു കിഡിലും വ്യൂ ഉണ്ട്. അപ്പം ഇവിടെ തന്നെ ആയിക്കോട്ടെ നമ്മുടെ ഇൻട്രോ എന്ന് വിചാരിച്ച് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ ഇവിടുന്ന് 2 ടീമാണ് നമ്മളുള്ളത്. 2 പേർക്കും ടാറ്റ നെക്സോൺ വണ്ടി കേട്ടോ, 2 പേരും ഒരേ കളർ വണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് ശിവഗംഗയിലെ അടിപൊളി കാഴ്ചയാണ് കാണാൻ പറ്റുക. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നും നമുക്കൊരു 60-65 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ശിവഗംഗ സൈഡ്. എന്ന് പറഞ്ഞാൽ നെൽമംഗലം റൂട്ടാണ് വരുന്നത്. അപ്പം നെൽമംഗലം റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ശിവഗംഗയിലോട്ടുള്ള ടേൺ കിട്ടും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതാണ് നമ്മുടെ നാഷണൽ ഹൈവേ ആണ്. മറ്റു സൈഡിലുള്ള നാഷണൽ സൈഡിൽ നമുക്ക് സ്ട്രെയിറ്റ് പോകുന്ന നാഷണൽ ഹൈവേ. ഇവിടെ നമുക്ക് ബോർഡുണ്ട് ശിവഗംഗ 7 കിലോമീറ്റേഴ്സിന്. ഇവിടെ നിന്ന് ഏകദേശം നമുക്ക് 7 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി നമുക്ക് ശിവഗംഗ റീച്ച് ആവും. അപ്പം അവിടെ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അപ്പം എന്ന് പറയാം മെയിൻ ഹൈവേന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കണം. ഈ ലെഫ്റ്റ് നമ്മൾ ശ്രദ്ധിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ഈ ലെഫ്റ്റ് കാണാൻ പറ്റുള്ളൂ, ഇല്ല നമ്മൾ ലെഫ്റ്റ് മിസ്സാവും കേട്ടോ. അടിപൊളിയാണ്. പിന്നെ പോകുന്ന വഴിക്കെന്നെല്ലാം പറയാൻ നല്ല രസമാണ് കേട്ടോ. 2 സൈഡ് ഇഷ്ടം പോലെ നാച്ചുറലായിട്ട് നമ്മുടെ പച്ചക്കറി കാര്യങ്ങളെല്ലാം ആയിട്ട് കൃഷിയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ. ശരിക്കും ഒരു ഗ്രാമമാണ്, പ്യൂർ ഗ്രാമമാണ് സൈഡെല്ലാം. അപ്പോൾ നമുക്ക് വേറെ സാധനങ്ങളൊന്നും കിട്ടാനില്ല. അപ്പോൾ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ വരുന്ന വഴിക്ക് ഓൾറെഡി വാങ്ങിയിട്ടെല്ലാം വേണം ഇങ്ങോട്ട് വരാനായിട്ട്. കാരണം വരുന്ന വഴിക്ക് വേറെ ഒന്നും ഞങ്ങൾ കടകളൊന്നും കണ്ടില്ല, ഇപ്പോഴൊന്നും കാണുന്നുമില്ല. അറിയില്ല ഇനി അവിടം വരെ എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന്. റോഡൊന്നും ഓക്കെയാണ് കണ്ടത്. നമുക്ക് സാധനങ്ങൾ കണ്ടതാണ്. റോഡെല്ലാം കടകടകടം കട്ടറെല്ലാം ഉണ്ട്, കുഴിയെല്ലാം ആയിട്ട്. പക്ഷെ ഓക്കെ കേട്ടോ. പക്ഷെ രസമാണ് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ 2 സൈഡിൽ നല്ല നാച്ചുറലായിട്ട് നമ്മുടെ നാട്ടിൽ ചെന്നൊരു ഫീലാട്ടോ. ശരിക്കൊരു അടിപൊളി ഫീലാണ്. നല്ല രസമാണ്. വഴി ഇച്ചിരി മോശമെന്നുള്ളൂ, പക്ഷേ അടിപൊളിയാണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകാർ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ നമ്മുടെ മുമ്പിലെല്ലാം കുറേ വണ്ടി ഓൾറെഡി കയറി പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഇത് നമ്മുടെ വണ്ടി ഇതേപോലെ തന്നെ നെക്സോണിൻ്റെ തന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ട് അവിടെയും കൂടെ ഉണ്ട് വണ്ടി. നമുക്ക് അവരെയും കൂടെ പോയി പരിചയപ്പെട്ടേക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം കണ്ടവർ തന്നെ നമ്മുടെ കൂടെ പൊന്നുമെല്ലാം ഉണ്ട്. പൊന്നും സാറയും റോബിനുണ്ട്. അത് കൂടാതെ നമുക്ക് 2-3 പേരും കൂടെ ഉണ്ട്. നമുക്ക് അവരും കൂടെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്. അവരുടെ വണ്ടിയും കൂടെ ഉണ്ട്. അടിപൊളി. അപ്പോൾ നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നവർ റോബിനും പൊന്നും ഉണ്ട്. ഇത് നമുക്കൊരു പുതിയ ഒന്ന് പരിചയപ്പെടുത്തുക. ശ്രീനേഷ്. വേറെ നമ്മുടെ വേറെ സുഹൃത്ത് കുലയത് ലൈജു. അപ്പോൾ ഞങ്ങൾ 2 പേരും ഉണ്ട്. 2 വണ്ടിയിലായിട്ടാണ് ഫുള്ള്. 2 പേരുടെ നെക്സോൺ തന്നെയാണ്, റെഡ് കളർ നെക്സോൺ. 2 പേരും കൂടെ ലൈജുവിൻ്റെ വണ്ടിയാണ്. എന്തായാലും ഞങ്ങൾ ശിവഗംഗയുടെ ഏകദേശം അടുത്തെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടെ ഉണ്ട് നമുക്ക് കാണാനായിട്ടല്ല. നമ്മുടെ താടിക്കാര ഇത് കണ്ട് താടിയെല്ലാം വളർന്ന് വീണ്ടും കൂടിയിട്ടുള്ളൂ, കുറവില്ല അതെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി പോകാണ്ട് ശിവഗംഗയിലോട്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മളോട് ഇപ്പോൾ ഒരു വഴിയിൽ നിന്ന് ഒരാൾ പറഞ്ഞു നമുക്ക് വേറെ റൂട്ട് പോകുന്നതാണ് നല്ലതെന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഗൂഗിൾ മാപ്പെല്ലാം നോക്കിയിട്ട് അത് കൺഫേം ചെയ്തിട്ട് പോവാം. എല്ലാവരും വീഡിയോ ഫോട്ടോയിൽ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഈ വ്യൂ എങ്ങാണ്ട് പൊളിയല്ല. നമ്മുടെ 2 നെക്സോൺ എങ്ങനെ ചട്ടത്ത് കിടക്കുമ്പോൾ നല്ല രസം കേട്ടോ. ഇത് 2019 2020 മോഡലും കേട്ടോ. 2 ടൈപ്പുള്ള നെക്സോണാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി. ഞങ്ങൾ ഫോട്ടോസെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. അവിടെ നിന്ന് പറയാൻ ഇതുണ്ട്, നല്ല രസമാണ്. അടിപൊളി ഒരു മെയിൻ എൻട്രി ആട്ടോ. ഇത് നമ്മൾ ശിവഗംഗയുടെ തൊട്ടടുത്തുള്ളൊരു മെയിൻ എൻട്രിയാണ്. വളരെ നാരോ റോഡാണ്. അന്നേരം ഒറ്റൊരു വണ്ടിക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. ഭയങ്കര നമ്മുടെ മിററ് നമ്മൾ സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ ഭയങ്കര ശ്രദ്ധിക്കണം. നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് വേണം ഇതിൻ്റെ അകത്തോടെ വണ്ടി എടുക്കാൻ. പക്ഷേ അടിപൊളിയായിട്ട് നമുക്ക് ആ കോട്ടയ്ക്കകത്തോട്ട് കയറണം. നമുക്ക് 2 സൈഡും നാച്ചുറൽ ആൾക്കാർ, അതുപോലെ പ്യൂർ ഗ്രാമമാണ്. ആൾക്കാർ ഡ്രസ്സെല്ലാം അലക്കുന്നു, വെള്ളം പിടിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് സൈഡിലെല്ലാം അമ്പലങ്ങൾ കാണാം. 2 സൈഡിൽ നമുക്ക് ഓരോരോ ചെറിയ അമ്പലങ്ങളെല്ലാം കാണാൻ പറ്റും. വളരെ ടിപ്പിക്കലായിട്ടുള്ള ഏരിയ ആണ്.
ഫുഡെല്ലാം ടെസ്റ്റ് ചെയ്ത കൊള്ളോ എമ്മി തേച്ചിട്ടില്ല മല കയറാൻ കഴിക്കേണ്ട സാധനല്ലേ. റോബി നല്ലോണം തേക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തേച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മല കയറ്റം തുടങ്ങാം. ശിവഗംഗ ഹിൽസിലോട്ടുള്ള കയറ്റം തുടങ്ങുകയാണ്. അപ്പം വണ്ടിയെല്ലാം കൊണ്ടേ പാർക്ക് നല്ല അത്യാവശ്യം നല്ല പ്ലേസ് ഉണ്ട് അവിടെ. ലാവിഷായിട്ടുള്ള സ്പേസ് ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ പാർക്കിങ്ങിന് 30 രൂപയാണ്. അപ്പം 30 രൂപ കൊടുത്ത് നമുക്കൊന്ന് പാർക്ക് ചെയ്യാം. ലാവിഷായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എന്താണ് നമ്മൾ പാർക്ക് ചെയ്ത് വന്നു ഉടനെ തന്നെ ഒരു നല്ല അടിപൊളി ഒരു എൻട്രി. അറിയില്ല വേറെ എൻട്രി ഫീസെല്ലാം ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും 30 രൂപ ഉണ്ട് കാർ പാർക്കിങ്ങിന്. അടിപൊളിയാണ്. കയറി വന്നിട്ട് വലത്തെ സൈഡിൽ തന്നെ ഉണ്ട് ഒരു രഥം. ഒരു ഫുൾ രഥമാണ് ഇവിടെ. ഇതൊരു ചെറിയൊരു ഹള്ളി ഏരിയ ആണ്. 2 സൈഡിലും താമസമെല്ലാമായിട്ട്. എന്തായാലും പിള്ളേരെ നടന്ന് മുമ്പോട്ട് പോകുന്നുണ്ട്. നമുക്ക് അടുത്ത സൈഡിൽ തന്നെ ഒരു അമ്പലമെല്ലാം കാണാം. അമ്പലം ഇവിടെ നമുക്ക് താഴെ പാർക്കിംഗ് ചെയ്യാം. ഇതെല്ലാം ഈ വണ്ടിയിൽ ഇവിടെ ഉള്ളവരുടെ തന്നെ കേട്ടോ. അപ്പം ഇവിടെ നിന്ന് നമുക്കിനി നല്ല പോകാൻ ചെറിയൊരു ഇതാണ്. ചെറിയ വഴിയാണ്. കുറച്ചുകൂടി മുകളിൽ ചെന്നിട്ടാണ് നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ ഒരു ഇടയിൽ കൂടെയുള്ള വഴിയെ കയറി മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ശിവഗംഗയുടെ എൻട്രി ആണ്. അതാ അപ്പോൾ എൻട്രിയിൽ ഇവിടെ കുറേ ആൾക്കാർ വന്ന് ഓൾറെഡി നിൽക്കുന്നുണ്ട്. നമുക്ക് പൂവും കാര്യങ്ങളെല്ലാം ആയിട്ട് ശിവൻ്റെ ഒരു അമ്പലം നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഇതാട്ടോ മെയിൻ എൻട്രി ആണ്. ഇതുള്ള മെയിൻ എൻട്രി ആയിട്ട് ഇവിടുന്നാണ് ഉള്ളിലോട്ട് കയറുന്നത്. ഇവിടെ ഓൾറെഡി നമ്മുടെ ലിജുവിൽ ക്യാമറയും പിടിച്ചിരിക്കുന്നുണ്ട്. ഒരു വിളക്കെല്ലാം നമുക്ക് കയറി വരുമ്പോൾ ഒരു വിളക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ എൻട്രിയുടെ അവിടെ നമ്മളിങ്ങനെ കയറി പൈസ ഒന്നുമില്ല കേട്ടോ. നമുക്ക് എൻട്രി ഫീസെല്ലാം ഫ്രീ ആണ്. എൻട്രി ഒന്നും പൈസ ഇല്ല അതിന്. നമ്മൾ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയതാണ്. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് നമ്മൾ കയറാണ്ട് ശിവഗംഗയിലോട്ടുള്ള. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 1.25 കിലോമീറ്റർ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ മന്ദം കയറി പോകുന്ന വഴിക്ക് നല്ല ഇഷ്ടംപോലെ പരങ്ങാച്ചിമാരുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് പഴം തിന്നെല്ലാം കണ്ടാൽ നമുക്ക് ചിരി വരും. ഒരു രക്ഷയില്ലാത്ത പോലെയാണ്. പഴമെല്ലാം തോലിയെല്ലാം പൊളിച്ചാലും വൃത്തിക്കാണ് പഴമെല്ലാം തിന്നുന്നത്. അടിപൊളിയായിട്ട് ഇതെല്ലാം കാണാം. വേറെ ഒരാൾ ഇതിൽ കറങ്ങി നടക്കുന്നു. സ്റ്റെപ്പ് രക്ഷയില്ല. എല്ലാവരും ഇപ്പം തന്നെ മടത്ത് തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സ്റ്റെപ്പാണ്. ഇഷ്ടംപോലെ സ്റ്റെപ്പാണ്. കയറി പോകണം. അങ്ങനെ അറിയില്ല സ്റ്റെപ്പ് പതിവില്ലാത്തൊരു സ്റ്റെപ്പ് കയറ്റെല്ലാം ആകുമ്പോൾ എല്ലാവർക്കും ഒരു ഇതാണ്. അതുപോലെ നമ്മുടെ വലത്തെ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് അമ്പലങ്ങളെല്ലാം കാണാം കേട്ടോ. ചെറിയ ചെറിയ അമ്പലങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ കയറി പോകുന്ന സമയത്ത് തന്നെയാണ് ഈ അമ്പലങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. വീണ്ടും നമ്മുടെ യാത്ര കയറുകയാണ്. പക്ഷെ നല്ല പാടാട്ടോ ഗൈസ്. നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു നന്ദിയുടെ വലിയൊരു രൂപം കാണാം. വമ്പൻ രൂപമാണ് നന്ദിയുടെ ഒരു വമ്പൻ രൂപം. കുറേ പേര് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ച് പോകുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ലൊരു നന്ദി രൂപം. നമ്മൾ പിള്ളേരെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത് ഇതാട്ടോ. ഇനി നമുക്ക് പോകാനുള്ള വഴിയാണ്. മുകളിലോട്ട് പോകുന്ന വഴിയാണ്. മുകളിലോട്ട് ഇനി വ്യക്തിയാണ് ചാടി കയറി പോകുന്നുണ്ട്. നല്ല പക്ഷേ മടുപ്പാണ് കണ്ടോ. വീണ്ടും ചാടി കയറുകയാണ്. നല്ല സ്റ്റെപ്പാണ് കേട്ടോ. നല്ല നമുക്ക് പിടിച്ചു കയറാനോ അങ്ങനത്തെ ഉള്ള ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് കയറി പോകുന്നതിനായിട്ട്. നമുക്ക് പ്രായമുള്ളവർക്കാണെങ്കിൽ പോലും പിടിച്ചു കയറാനുള്ളൊരു സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കയറുന്ന ഈ ഭാഗത്ത് നല്ല തണലുണ്ട്. ഷെഡെല്ലാം ഇട്ടുകൊണ്ട് അത്യാവശ്യം നല്ല തണലുണ്ട്. നമ്മൾ ഇതിലേട്ടോ കയറി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ പൊക്കത്തേക്കാണ് നമുക്ക് കയറാനുള്ളത്. ശിവഗംഗ എന്നാണ് ഇതിന് പൊക്കം വരെ കയറാനുണ്ട്. ഇവിടം വരെ കയറിയത് നമ്മുടെ ഊപ്പാട് വരും കേട്ടോ. നമ്മൾ പാട്ടാമ്പടിയെല്ലാം പോലെയാണ്. ഭയങ്കര സ്റ്റെപ്പാണ് കംപ്ലീറ്റ്. അതുപോലെ തന്നെ സ്റ്റെപ്പിലും പല കാര്യങ്ങളെല്ലാം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെറിയ കൊത്തു വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. മനുഷ്യരൂപങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. എന്തെങ്കിലും അതിന് ഐതിഹ്യങ്ങളുണ്ടാവും, അറിയില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് സംഭവം എന്താണെന്നറിയില്ല. എന്തായാലും ഇതിന് മുകളിൽ വരെ പോകണമെന്നറിയാം. അത് മാത്രമേ അറിയുള്ളൂ. ഇവിടെ നല്ല നമ്മൾ പിള്ളേരെല്ലാം ഫോട്ടോയും കാര്യങ്ങളെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് തരുന്ന സുന്ദരമായിട്ട്. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ അടുത്ത സൈഡിലൊരു വ്യൂ ആണ്. നമുക്ക് അത്യാവശ്യം ഇനിയുണ്ട്. മുകളിൽ വരെ പോകാനുണ്ട്. മുകളിൽ വരെ എത്തുന്നതിന് മുമ്പുള്ളൊരു കിടുക്കാച്ചി വ്യൂ. ട്രക്കിങ് തലയ്ക്ക് മൂത്ത്. റോബിനും
സാറയും നിത്യയും കൂടെ അപ്പുറത്തെ സൈഡിൽ കൂടെ കയറി വരുന്നുണ്ട്. അവർക്ക് നല്ല പാടാട്ടോ ആ വഴി. നമ്മൾ അത്യാവശ്യം നോർമലായിട്ടുള്ള സ്റ്റെപ്പ് കിട്ടിയ ഒരു വഴി കൂടെ നമ്മൾ കയറി പോവുകയാണ്. പക്ഷേ കാരണം 2 വഴി പോയാലും നമ്മൾ ഒരേ ഡെസ്റ്റിനേഷനിൽ തന്നെയാണ് എത്തേണ്ടത്. അവർക്ക് ഇങ്ങോട്ട് ഇനി ക്രോസ് ചെയ്ത് വരണം. ഈ വഴികളിലും ട്രക്കിങ് തന്നെയാണ് കണ്ടത്. നമുക്ക് സ്റ്റെപ്പും അതുപോലെ പാറയെല്ലാം കാണാം. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ പാറ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് കയറി പോകാനായിട്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. പക്ഷേ കണ്ടിന്യൂസ് കയറ്റാനായിട്ടുള്ളൊരു മടുപ്പാണ് എല്ലാവർക്കും ഉള്ളത്. ഇപ്പോൾ എല്ലാവരും ജാക്കറ്റെല്ലാം കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം ഇവർ നമ്മളെ കളിയാക്കിയായിരുന്നു. നമ്മൾ വയനാട്ടുകാരെ കളിയാക്കിയാണ് ഇവർ കയറിക്കൊണ്ടിരിക്കുന്നത്. തണുപ്പുണ്ട്, അത്യാവശ്യം നോർമലായിട്ടുള്ള തണുപ്പുണ്ട്. എന്തായാലും കുറച്ച് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ചൂടാവുമല്ലോ, ഇത് വേർത്ത് കഴിയുമ്പോൾ ചൂടാവുമല്ലോ, നമുക്ക് കാണാം. എന്തായാലും ഓരോ സ്റ്റെപ്പും വെക്കുമ്പോഴും പല രസം കേട്ടോ. ഈ പാറയുടെ ഇവിടെ തന്നെ ആയിട്ട് പല ഷേപ്പിൽ അവർ ചെയ്തിട്ടുണ്ട്. പല പല കാര്യങ്ങൾ നമുക്കിവിടെ ശ്രദ്ധിച്ച് നോക്കി നമുക്ക് കാണാം. പാറയിലെ ഓരോ രൂപങ്ങൾ കണ്ടോ, ഓരോരോ ഡാൻസ് നൃത്ത രൂപങ്ങൾ അങ്ങനെയൊക്കെ അവർ കൊത്തുവർക്ക് പാറയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. അവർ പറഞ്ഞ് ഇനി ടൂറിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ കയറി ചെല്ലുമ്പോൾ കുറേ പേര് ഓൾറെഡി കയറി ചെന്നവരുണ്ട്. അപ്പോൾ നമുക്കെല്ലാം അവരെ കാണാമെന്നാണ് പറഞ്ഞത്. നമുക്കിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ പ്ലാസ്റ്റിക് വള്ളി അങ്ങനത്തെ വേസ്റ്റെല്ലാം കളയാനുള്ള ഇതെല്ലാം ഉണ്ട്. നമുക്ക് വെള്ളം അതുപോലെ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് അങ്ങനെയെല്ലാം കൊണ്ടുവരുവാണെങ്കിൽ തന്നെ നമുക്കിവിടെ അത് വന്ന് ഡിസ്പോസ് ചെയ്യാം. വരുന്ന വഴിയെല്ലാം നല്ല നീറ്റാട്ടോ, വളരെ നീറ്റും കാര്യങ്ങളെല്ലാം ആണ്. അടിപൊളിയാണ്, വൃത്തിയായിട്ട് നല്ലോണം ഒരു കീപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് പാത്രമെല്ലാം ആയിട്ട് നല്ലൊരു ക്ലീൻ ആയിട്ടാണ്. നിത്യം അടുത്തോ? പക്ഷേ ചിത്രദുർഗയുടെ അത്ര ഇല്ലല്ലോ. അടിപൊളി. എന്നാലും അവർ വന്നുകൊണ്ടിരിക്കുന്നു. നല്ലതാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. ഉള്ള പറയല്ലോ, നല്ല അടിപൊളി ആംബിയൻസ് ആണ്. പ്രത്യേകിച്ച് ലുക്കാണ് ഒരു രക്ഷയില്ലാതെ. നല്ലൊരു കിടിലം വ്യൂ. മഞ്ഞും കൂടെ ഉണ്ടായതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. നമ്മുടെ മധുമിഥുനങ്ങൾ വരുന്നോണ്ടിരിക്കാണ്ട് നമ്മുടെ റോബിൻസും സാറയും നമുക്കിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു കടയെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല, ചെറിയ കടയെല്ലാം തുറന്നിട്ടുണ്ട്. എന്നാലും കൊള്ളാം, അടിപൊളി. നമ്മുടെ ക്യാമറമാൻ ശശി, നിശ്ചൽ ഫോട്ടോഗ്രാഫർ. പച്ചമാറി ഇനി നമുക്ക് ഇത് ഇത്ര അങ്ങ് കാണുന്ന പാറയുടെ മുകളിൽ വരെ എത്തിയാൽ മതി. നമുക്ക് അത്രയും കൂടെ നമുക്കിനി പോകാണ്ട്. അടിപൊളി എന്ന് പറയാൻ അടിപൊളി. നമുക്ക് നല്ല കയറ്റമാണ് ഇനി വരുന്നത്. വന്നവരെല്ലാം പറയാം ഇനി നല്ല ഹാർഡ് കോറാണ്. പക്ഷേ ഏകദേശം ഇനി ഒരു 3/4 മണിക്കൂറിന് മുകളിൽ വരെ എത്താനെന്നാണ് അവർ പറഞ്ഞത്. കാര്യം ദൂരം കുറവാണെങ്കിലും നല്ല ഹാർഡാണ് കയറി പോകാനായിട്ട്. നമ്മുടെ ടീംസ് എല്ലാം 1 by 1 കയറി വരുന്നു. ക്യാമറമാനെ നിശ്ചലം അടുത്തോ? നമ്മുടെ ഫുഡർ 3 മുട്ടയും 8 ബെഡും ക്ഷീണമായി പറ്റുന്നില്ല. ഇതാരീ താടിക്കാരൻ മോന്ത കാണിക്ക് പോലെ. സാറ മാത്രം മിസ്സിങ് ഉണ്ട്. പൂ പറിക്കാൻ എല്ലാവരും അടുത്തൊരു സൈഡായി. നല്ല കയറ്റാട്ടോ, നല്ല കുത്തനെയുള്ള വമ്പം കയറ്റാണ്. എല്ലാവരും തകർന്ന് ക്ഷീണിതമായിട്ടിരിക്കുന്നുണ്ട്. എല്ലാവരും സൈഡ് ആൾക്കാർ കയറി വരുന്നു. നമ്മുടെ ഫോട്ടോഗ്രാഫർ ചെറുതായിട്ടൊന്ന് മാറി, ക്യാമറമാനെല്ലാമായിട്ട്. കുഞ്ഞു വഴി കേട്ടോ, കുഞ്ഞു വഴികൾ. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കട്ട പോസാണ്. മടുത്തെന്ന് പറഞ്ഞാൽ മടുത്ത്. നമ്മൾ ഏകദേശം പകുതിയോടായിട്ടുള്ളൂ. പകുതിയോടായിട്ട് നമ്മൾ തകർന്നു. ഒരു രക്ഷയില്ല തകർന്നു. ആകെ എല്ലാവരും മടുത്ത് സൈഡായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. പാറമേൽ കാവിലമ്മ കാവിലമ്മയുടെ അനുഗ്രഹം മേടിക്കാനായിട്ട് ഓരോരുത്തരും ലൈനായിട്ട് പോയി മേടിക്കും. ഒന്നും നടക്കാനാവുന്നില്ലടാ.
നമ്മൾ ഏകദേശം പകുതി മുക്കാലോളം ഭാഗം കഴിഞ്ഞ് കയറുന്നു. എല്ലാവരും തന്നെ നല്ലോണം മടുത്ത്. സമയം ഏകദേശം 9:30. ഞങ്ങൾ ഏകദേശം മല കയറാൻ തുടങ്ങി. നമ്മൾ ഏകദേശം എത്ര മണിക്ക് 8:30 8:30 തുടങ്ങിയതാണ്. ഇപ്പോൾ 1 മണിക്കൂറോളമായി മല കയറുന്നു. രാവിലെ വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ കൂടി വെയിലെല്ലാം കുറവായിരുന്നു. പക്ഷെ ഇപ്പത്തിന് വെയിലെല്ലാം വന്ന് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു രക്ഷ. നല്ല വെയിലും നല്ല പാടാണ് കയറാൻ. നല്ല പാടെന്ന് പറഞ്ഞാൽ നല്ല പാടാണ്. അതിൻ്റെ ഇവിടെ കുരങ്ങന്മാരും ഉണ്ട് ഇഷ്ടം പോലെ. നമുക്ക് വെറൈറ്റി കുരങ്ങന്മാരെല്ലാം കാണാം. അടിപൊളി. മടുത്തുനിന്ന് നല്ലോണം മടുത്തു. വെയിലാണ് മെയിൻ പ്രശ്നം. വെയിൽ കാരണം ഒരു രക്ഷയില്ല. വെയിൽ അടിപൊളി വെയിലാണ്. കുഞ്ഞാച്ചി കേട്ടോ. അടുത്തുപോലെ കുഞ്ഞാച്ചി വേണ്ട. ഇതാരാ നോക്കിക്കേ. പോയി കണ്ടോ. ഇതുപോലത്തെ കയറി വരുന്ന വഴികളാണ് നമുക്ക് കൂടുതലുള്ളത്. കണ്ടോ, പാറ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടെ ആകുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് അങ്ങനത്തൊന്നുമില്ല. നമ്മൾ കട്ട് ചെയ്ത് ഓരോ ചെറിയ പാറയും വലിയ പാറയും നോക്കി ശ്രദ്ധിച്ച് കയറി നമ്മൾ മലന്നടിച്ച് താഴെ വീഴും. ഭയങ്കര ഇതാണ്. മഴക്കാലത്തൊന്നും നമുക്ക് ഈ ഏരിയയിൽ വരാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് സ്ലിപ്പറി ആയിരിക്കും. നല്ല സ്ലിപ്പറിയാണ്. കാരണം പാറയിൽ ചവിട്ടി കയറുന്നത് എല്ലാവരും മടുത്തു. എല്ലാ കുലിയിലുള്ള സൈഡായി എങ്ങനെ കയറുന്നുള്ളതാണ്. സാറ് വഹിച്ച് പാറയിൽ ചാരിയൊക്കെ എത്തിയ പോലെ എല്ലാവരും മടുത്ത് സൈഡായിട്ട് നിൽക്കുന്നു. റോബിൻസും പോലും അവിടെ പുറകെ ഫോട്ടോ എടുക്കുന്നു. എല്ലാവരും മടുത്തെന്ന് പറയാൻ ശരിക്കും ക്ഷീണിച്ചിട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ക്ഷീണിച്ചു വിടുന്നു. മുകളിലെത്തുമ്പോൾ നമുക്കൊരു ശിവൻ്റെയും പാർവതിയുടെയും രൂപം കാണാം. നല്ല വലിയൊരു രൂപമാണ്. 50 രൂപയാണ്. ഇനിയും നമുക്ക് മുകളിലോട്ട് കയറാണ്ട് കുറച്ചുകൂടെ ഉള്ളു. ഒരു അരമണിക്കൂറുകൂടെ ഉണ്ടെന്നാണ് പറയാൻ. നല്ല ധാരാളം താഴ്ന്ന് കയറി വരുന്നു. മുകളിൽ എത്താറുണ്ട്. ഒരു രക്ഷയില്ല. കിഴിച്ച വഴികൾ ഇവിടെ അങ്ങനെ കയറി വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത എല്ലാവരും മറ്റത്തെന്ന് പറയാൻ കട്ടയ്ക്ക് കുറച്ചും കൂടെ ഇച്ചിരി കൂടെ കയറിയ മുകളിൽ ഉറക്കമാണ്. നമ്മുടെ മച്ചന്മാരെല്ലാം ഇവിടെ സൈഡായി. എല്ലാവരും അടിപൊളിയായിട്ട് സൈഡായി. മുകളിൽ കയറി വന്നപ്പോൾ നല്ലൊരു തണുപ്പും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു തണലായിട്ട് എല്ലാവരും ഇവിടെ സൈഡായിട്ട് ചത്ത പോലെ കിടക്കുക. ലേഡീസ് എല്ലാം ഇവിടെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട്. പിള്ളേർ നമ്മളെല്ലാം ഇവിടെ കിടന്നു. നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ എഴുന്നേറ്റ് കേട്ടോ. ഭയങ്കര മടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത കൊണ്ട് മടുപ്പ്. നല്ല കളക്ഷൻസ് കിട്ടിയെന്ന് നോക്കുന്നത്. കളക്ഷൻസ് കിട്ടിയിട്ടില്ല. നിശ്ചൽ ഇവിടെ പോത്ത് പോലെ ഉറങ്ങായി. നിശ്ചല ഉറങ്ങാണോ? നിശ്ചല വമ്പൻ ചിരിക്കണ്ട. ഇവിടെ നല്ല നല്ല ഫോട്ടോസ് ആയിരുന്നു. അടുത്തോ മടുത്തോന്നോ? ജീവൻ ചെറുതായിട്ട് തിരിച്ചു കിട്ടി. മടക്കാൻ പാടില്ല. മോളി കയറി ഇപ്പൊ യൂട്യൂബറിന്റെ പ്രേതം കേറി. മടുത്തോടാ? മടുത്തോന്നോ? സിമ്പിൾ. ഒന്നുകൂടി കയറാറില്ല. നിസ്സാരം, വളരെ നിസ്സാരം. മടുത്തോ?
മടുത്തില്ല എന്നാണ്ടോ ഇനി ഇറങ്ങി പോകുമ്പോഴേ മടുക്കുള്ളൂ. അതല്ല വീഡിയോ അല്ലേ ഇത് എന്നെ മാത്രമേ കാണുന്നുള്ളൂ ഇപ്പോൾ പേടിക്കണ്ട എന്നെ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഏറ്റവും മുകളിലാണ് നമ്മൾ ശിവഗംഗയുടെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി വ്യൂ അല്ലേ, നോക്കിയൊക്കെ നല്ല രസമല്ലേ ഓരോ ഭാഗങ്ങൾ. നമ്മൾ ശിവഗംഗ നമുക്ക് ആക്ച്വലി എത്ര ദൂരം വരെ കാണാമെന്നറിയാം. ശരിക്കും നമ്മൾ കുറേ കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും എന്നാണ് പറഞ്ഞത്. കാരണം ഫോഗെല്ലാമായിട്ട് ഇപ്പോൾ നമ്മൾ കാണാൻ ഈ ഒരു സമയം 9, 10 മണി 10:30 അപ്പം വെയിലെല്ലാം വന്ന് തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോൾ ഫോഗ് നമുക്ക് വളരെ കുറച്ച് കാണാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ശരിക്കും നോക്കി നല്ല ഫോഗാണ്, അടിപൊളി ഫോഗാണ് കാണാൻ പറ്റും. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഫോഗ് കൊണ്ട് വേറൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ എന്നിട്ട് പോലും ഈ ഒരു സമയമായിട്ട് പോലും ഇത്രയും ഫോഗുണ്ട്. പിന്നെ ഇവിടെ കയറിയപ്പോൾ ഇച്ചിരി തണുപ്പെല്ലാം ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ ചൂടായിരുന്നു, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് തണുപ്പെല്ലാം കിട്ടും. അതേപോലെ നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ നമുക്ക് ശിവഗംഗ എന്ന് പറയുന്ന സ്ഥലം അടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഈ ഒരു വ്യൂ ആട്ടോ. ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. എല്ലാ ഫോട്ടോസെല്ലാം എടുത്ത് തകർക്കാണ്. ഞാൻ 4 സൈഡും കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ കറങ്ങി എല്ലാവരും നല്ല ഫോട്ടോസ് ജീനിക്കാണ്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നമുക്ക് ഫോട്ടോ എടുത്ത് അടിപൊളിയായിട്ട് തകർക്കാനായിട്ട്. നല്ല നാച്ചുറലാണ്. പിന്നെ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർ നിർബന്ധമായിട്ടും വന്ന് കാണേണ്ട ഒരു അടിപൊളി കിടുക്കാച്ചി സ്ഥലമാണ്. നല്ല വൈബാണ്, അടിപൊളി വൈബാണ്. നിങ്ങൾ വന്ന് കണ്ടാൽ ആ വൈബ് നിങ്ങൾക്ക് ഫീൽ ആവുള്ളൂ. അടിപൊളി ഏരിയ ആണ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ എല്ലാം കണ്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് റൗണ്ട് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം കണ്ട് എല്ലാവരും മടുത്തെന്ന് പറയാൻ ടോട്ടലി ടയേർഡായി മുകളിൽ കയറി വരിക. പക്ഷെ അടിപൊളി വൈബായിരുന്നു, നല്ല രസമായിരുന്നു. കയറി വരുന്ന ഒരു അടിപൊളി അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും നിർബന്ധമായിട്ടും വരാൻ പറ്റിയ ഒരു കിടിലൻ സ്ഥലമാണ് ശിവഗംഗ എന്നുള്ളത്. പിന്നെ ഇതിനൊരു പ്രത്യേക ഐതിഹ്യം കൂടെ ഉണ്ട്. ഇത് ഏകദേശം 1300 മീറ്റർ കയറി വരണം നമ്മൾ താഴ്ന്ന്. ഏകദേശം 1.3 കിലോമീറ്ററോളം നമുക്ക് താഴ്ന്ന് കയറി വരാനുണ്ട്. പിന്നെ ഇവിടുത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് നമ്മുടെ രാജാക്കന്മാരുടെ കാലത്ത് പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നു ആക്ച്വലി. അവർക്ക് എന്താ ആ പുള്ളിക്കാരുടെ പേര് ഇല്ല. അതിൻ്റെ അകത്തൊരു ഇതെന്താണെന്ന് വെച്ചാൽ അതായത് പണ്ട് കാലത്ത് ഹൊയ്സല രാജാവിന്റെ കാലത്ത് വിഷ്ണുവർദ്ധൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ ഭാര്യയ്ക്ക് ഗർഭിണിയാവാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്തു. സോ അതിന്റെ ഒരു ഐതിഹ്യമാണ് നമുക്ക് ഈ ശിവഗംഗയുടെ മുകളിലോട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ശിവഗംഗ കയറി വരുമ്പോൾ കുറെ അമ്പലങ്ങളെല്ലാം കാണാം, കുറെ നന്ദിയുടെ അതുപോലെ തന്നെ പല അമ്പലങ്ങളെല്ലാം നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. അടിപൊളി വൈബാണ്. ഫ്രണ്ട്സുമായിട്ട് വന്ന് അടിച്ച് പൊളിച്ച് തകർക്കാൻ പറ്റിയതാണ്. ഒരു 1 ഡേ തന്നെ നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ രാവിലെ വരിക, അതുപോലെ തന്നെ ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് വരിക, അല്ലെങ്കിൽ ഏറ്റവും ഏർലി ഈവനിങ്ങിലാകുന്നതാണ് നല്ല കാണാൻ. അല്ലാത്ത ടൈമിൽ വന്ന് നല്ല വെയിലും ചൂടുമാണ്, കയറി വരാൻ നല്ല പാടാണ്. അതുപോലെ തന്നെ ഇറങ്ങിപ്പോകാനും ഭയങ്കര ഇഷ്ടപ്പാടാണ്. അപ്പം ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വന്ന് കാണുക, അടിപൊളിയാണ്, റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഗൈസ്, വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണും വരെ ദിസ് ഇസ് ജിംബി ജോയ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.